റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ. താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് ആണ് ജേണൽ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷനാണ് കമൻസ്ഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹6 lakh. 6 ലക്ഷം രൂപ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി ഓണർ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ₹4,50,000 ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് അക്കൗണ്ട്. 4,50,000 രൂപ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ദെൻ ഫർണിച്ചർ ഫോർ ₹2,30,000 പർച്ചേസ്ഡ് ഫ്രം മോഡേൺ ഫർണിച്ചർ മാർട്ട് ബൈ പേയിങ് ₹30,000 ക്യാഷ് ഇമ്മീഡിയറ്റ്ലി. 2,30,000 രൂപ വിലയുള്ള ഫർണിച്ചർ വാങ്ങി. എവിടെ നിന്നാണ് വാങ്ങിയത്? മോഡേൺ ഫർണിച്ചർ മാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. 30,000 രൂപ പേയ്മെൻറ്റ് നടത്തി എന്ന് പറയുമ്പോൾ ഇനി എത്ര രൂപ കൊടുക്കാനുണ്ട്? 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹40,000 ഫോർ ക്യാഷ് ആൻഡ് ₹45,000 ഓൺ ക്രെഡിറ്റ് ഫ്രം ABC ലിമിറ്റഡ്. ABC ലിമിറ്റഡ് എന്ന് പറയുന്ന സപ്ലയറിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 40,000 രൂപ ക്യാഷ് പർച്ചേസ് ആണ്. ദെൻ 45,000 രൂപയുടെ ക്രെഡിറ്റ് പർച്ചേസും നടത്തിയിട്ടുണ്ട്. പെയ്ഡ് എ ചെക്ക് ഓഫ് ₹2 lakh ടു മോഡേൺ ഫർണിച്ചർ മാർട്ട്. നേരത്തെ ഫർണിച്ചർ വാങ്ങിയിട്ടുള്ള സ്ഥാപനമാണ് മോഡേൺ ഫർണിച്ചർ മാർട്ട്. അവർക്ക് 2 ലക്ഷം രൂപ നേരത്തെ കൊടുക്കാനുണ്ട്. അതിപ്പോൾ പേയ്മെൻറ്റ് നടത്തുകയാണ്. എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തിയത്? 2 ലക്ഷം രൂപയുടെ ചെക്കാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ സുനിൽ ₹70,000. സുനിൽ എന്ന് പറയുന്നത് ഒരു കസ്റ്റമറാണ്. കസ്റ്റമർക്ക് 70,000 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് കൊടുത്തിട്ടുണ്ട്. വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ₹35,000 ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. ബിസിനസ്സിൻ്റെ ഓണർ, പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി, പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി 35,000 രൂപ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തു. റിട്ടേൺഡ് ഗുഡ്സ് ടു ABC ലിമിറ്റഡ് ₹2,000. ABC ലിമിറ്റഡ് എന്ന് പറയുന്ന സപ്ലയർക്ക് 2,000 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു കൊടുത്തു. നാലാമത്തെ ട്രാൻസാക്ഷനിൽ പറയുന്നുണ്ട് ABC ലിമിറ്റഡിൽ നിന്ന് സാധനങ്ങൾ കടമായി വാങ്ങിയിട്ടുണ്ട്. അതിൽ 2,000 രൂപയുടെ സാധനങ്ങളാണ് ഇപ്പോൾ തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. റിട്ടേൺഡ് ഗുഡ്സ് ബൈ മിസ്റ്റർ സുനിൽ ₹500. സുനിൽ എന്ന് പറയുന്ന കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് 70,000 രൂപയുടെ സാധനങ്ങൾ നേരത്തെ വാങ്ങിയിട്ടുണ്ട്. അതിൽ 500 രൂപയുടെ സാധനങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ തന്നിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺ ആണ്. ദെൻ റിസീവ്ഡ് ₹68,500 ഫ്രം മിസ്റ്റർ സുനിൽ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. സുനിലിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ്. സുനിൽ 68,500 രൂപയാണ് ഇങ്ങോട്ട് തന്നിട്ടുള്ളത്. 70,000 രൂപയുടെ ഗുഡ്സാണ് സുനിൽ നേരത്തെ വാങ്ങിയത്. 500 രൂപയുടെ ഗുഡ്സ് അയാൾ തിരിച്ചു തന്നു. അങ്ങനെ വരുമ്പോൾ 69,500 രൂപയാണ് ആര് തരാനുള്ളത്? സുനിൽ തരാനുള്ളത്. ദെൻ ഇപ്പോൾ അയാൾ എത്രയാണ് തരുന്നത്? അക്കൗണ്ട് സെറ്റിൽ ചെയ്യാണ്. 68,500 രൂപയാണ് തന്നിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ 1000 രൂപയുടെ കുറവുണ്ട്. ആ 1000 രൂപ എന്താണ്? അയാൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഡിസ്കൗണ്ട് ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതിൽ ഓരോ ട്രാൻസാക്ഷൻസും നമുക്ക് ജേണൽ എന്ന് പറയുന്ന ബുക്കിലേക്ക് എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹6 lakh. ഈ ട്രാൻസാക്ഷൻ 2 അക്കൗണ്ടുകളിലാണ് മാറ്റം വരുത്തുന്നത്. ഒന്ന് ക്യാഷ് അക്കൗണ്ട്, മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ടാണ്. ക്യാഷ് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അതും ഇൻക്രീസ് ചെയ്യാണ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ട്രാൻസാക്ഷൻ്റെ നമ്പർ എഴുതി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 6 lakh ടു ക്യാപിറ്റൽ അക്കൗണ്ട് 6 lakh. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ₹4,50,000 ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് അക്കൗണ്ട്. 4,50,000 രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഇവിടെയും 2 അക്കൗണ്ടുകൾ വരുന്നുണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് കുറയുന്നുണ്ട്. അതേസമയം ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിലും ക്യാഷ് അറ്റ് ബാങ്ക് ആണെങ്കിലും രണ്ടും അസറ്റാണ്. ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏത് അസറ്റാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും. രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ ഇൻക്രീസ് ചെയ്യുന്ന അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തു, എമൗണ്ട് 4,50,000. ദെൻ ഡിക്രീസ് ചെയ്യുന്ന അസറ്റിന് ക്രെഡിറ്റ് കൊടുത്തു, 4,50,000. ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ എ ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ ജേണൽ എൻട്രികൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരു പേജ് അവസാനിച്ചു കഴിഞ്ഞാൽ അതുവരെയുള്ള എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യണം. ആ ടോട്ടൽ എമൗണ്ടിനെ അടുത്ത പേജിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഇവിടെ നമ്മൾ എമൗണ്ട് ടോട്ടൽ ചെയ്യാണ്. 10,50,000 ആണ് ടോട്ടൽ വരുന്നത്. ഇതെന്ത് ചെയ്യണം?
ടോട്ടൽ എമൗണ്ട് ക്യാരി ഫോർവേഡ് C⁻F എന്നാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. ഈ 10,50,000 അടുത്ത പേജിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അവിടെ എഴുതി ചേർക്കണം. ഇപ്പോൾ ടോട്ടൽ ബ്രോട്ട് ഫോർവേഡ് അവിടെ എഴുതേണ്ടത് B⁻F എന്നാണ്. ബ്രോട്ട് ഫോർവേഡ് 10,50,000. ഇതിന് ശേഷം അടുത്ത ജേണൽ എൻട്രികൾ അതിൻ്റെ താഴെ എഴുതണം. ദെൻ ഈ പേജ് കഴിയുന്ന സമയത്തും ടോട്ടൽ ചെയ്യണം, അത് അടുത്ത പേജിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മൂന്നാമത്തെ ട്രാൻസാക്ഷനാണ് ഫർണിച്ചർ ഫോർ ₹2,30,000 പർച്ചേസ്ഡ് ഫ്രം മോഡേൺ ഫർണിച്ചർ മാർട്ട് ബൈ പേയിങ് ₹30,000 ക്യാഷ് ഇമ്മീഡിയറ്റ്ലി. ഇവിടെ എത്ര അക്കൗണ്ടുകൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട്. ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്, 30,000 രൂപ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ 2,00,000 രൂപ ആർക്ക് കൊടുക്കാനുണ്ട്? മോഡേൺ ഫർണിച്ചർ മാർട്ടിന് കൊടുക്കാനുണ്ട്. ഇറ്റ് ഈസ് എ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ട്രാൻസാക്ഷൻ നമ്പർ 3 ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് 2,30,000. 2,30,000 രൂപയുടെ ഫർണിച്ചറാണ് ഇൻക്രീസ് ചെയ്തത്, അസറ്റ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ദെൻ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം 30,000. 30,000 രൂപയുടെ ക്യാഷാണ് ബിസിനസ്സിൽ കുറവ് വന്നിട്ടുള്ളത്, അസറ്റ് ഡിക്രീസ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ദെൻ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ലാബിലിറ്റി? മോഡേൺ ഫർണിച്ചർ മാർട്ട്. ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം ₹2,00,000. നരേഷൻ പർച്ചേസ് ഓഫ് ഫർണിച്ചർ ബൈ പേയിങ് ₹30,000 ക്യാഷ് ആൻഡ് ബാലൻസ് ഓൺ എ ലേറ്റർ ഡേറ്റ്. ഇപ്പോൾ 2,00,000 രൂപ ഇനി കൊടുക്കാനുണ്ട്, അതിനി നമ്മൾ പിന്നീട് പേയ്മെൻറ്റ് നടത്തും. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹40,000 ഫോർ ക്യാഷ് ആൻഡ് 45,000 ഓൺ ക്രെഡിറ്റ് ഫ്രം ABC ലിമിറ്റഡ്. ഇവിടെയും ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി ആണ് രേഖപ്പെടുത്തുന്നത്. ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് ഏത് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്? പർച്ചേസസ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്. 85,000 രൂപയുടെ പർച്ചേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പർച്ചേസസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാണ്, എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം 85,000. 40,000 രൂപയുടെ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അസറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ 45,000 രൂപ ആർക്ക് കൊടുക്കാനുണ്ട്? ABC ലിമിറ്റഡിന് കൊടുക്കാനുണ്ട്. ഇറ്റ് ഈസ് എ ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ്, കൂടാണ് ചെയ്തിട്ടുള്ളത്. ABC ലിമിറ്റഡിനെ ക്രെഡിറ്റ് ചെയ്യണം 45,000. നരേഷൻ ബോട്ട് ഗുഡ്സ് ഓൺ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ്. ഇവിടെ നമ്മൾ ഈ പേജ് ടോട്ടൽ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പേജിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ള 10,50,000 ഉൾപ്പെടെയുള്ള എമൗണ്ട് ആണ് ഇവിടെ ടോട്ടൽ ചെയ്യേണ്ടത്. എമൗണ്ട് വരുന്നത് 13,60,60,000 ടോട്ടൽ ക്യാരി ഫോർവേഡ്. ഈ എമൗണ്ട് അടുത്ത പേജിലേക്ക് ബ്രോഡ് ഫോർവേഡ് ചെയ്യണം 13,60,60,000. ദെൻ അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ. പെയ്ഡ് എ ചെക്ക് ഓഫ് ₹2,00,000 ടു മോഡേൺ ഫർണിച്ചർ മാർട്ട്. നേരത്തെ ഫർണിച്ചർ മാർട്ടിൽ നിന്ന് 2,30,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി 30,000 രൂപയുടെ പേയ്മെൻറ്റ് നടത്തിയിരുന്നു. ഇപ്പോൾ 2,00,000 രൂപയുടെ ചെക്ക് കൂടി അവർക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏതൊക്കെ അക്കൗണ്ടുകളിലാണ് മാറ്റം വരുന്നത്? ചെക്കാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷിൽ മാറ്റം വരുന്നില്ല, ബാങ്കിലെ ബാലൻസ് ഡിക്രീസ് ചെയ്യും, കുറയും. ആ ചെക്ക് അവിടെ നിന്ന് കളക്ഷന് പോകുമ്പോൾ ബാങ്കിലെ ബാലൻസ് കുറയും. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും, അതെന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ മോഡേൺ ഫർണിച്ചർ മാർട്ട് ഒരു ലാബിലിറ്റിയാണ്. ഇപ്പോൾ 2,00,000 രൂപ കൊടുക്കുന്നതോടുകൂടി ആ ലാബിലിറ്റി നമുക്ക് ഒഴിവായി കിട്ടും. എന്ന് പറയുമ്പോൾ ലാബിലിറ്റി ഡിക്രീസ് ചെയ്യും. ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ട്രാൻസാക്ഷൻ നമ്പർ 5 മോഡേൺ ഫർണിച്ചർ മാർട്ട് അക്കൗണ്ട് ഡെറ്റർ 2,00,000. 2,00,000 രൂപയുടെ ലാബിലിറ്റി കുറഞ്ഞു. ദെൻ ബാങ്കിൽ നിന്ന് അത്രയും എമൗണ്ട് പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് റെഡ്യൂസ് ചെയ്തു, ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. നരേഷൻ പേയ്മെൻറ്റ് മെയ്ഡ് ടു ദ സപ്ലയർ ഓഫ് ഫർണിച്ചർ. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കൂ. സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ സുനിൽ ₹70,000. 70,000 രൂപയുടെ ഗുഡ്സ് ആർക്ക് വിറ്റിട്ടുണ്ട്? സുനിൽ എന്ന് പറയുന്ന കസ്റ്റമർക്ക് ക്രെഡിറ്റിന് കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഇവിടെ 70,000 രൂപ ഒരു റവന്യൂ ആണ്, സെയിൽസ് ആണ് റവന്യൂ ഇൻക്രീസ് ചെയ്തു. സെയിൽസ് എന്ന് പറയുന്ന റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ മറ്റൊന്ന്, സുനിൽ എന്ന് പറയുന്ന കസ്റ്റമർ നമുക്ക് ക്യാഷ് തന്നിട്ടില്ല, സുനിൽ നമുക്ക് ക്യാഷ് തരാനുണ്ട്. അപ്പോൾ സൺട്രി ഡെറ്റർ ആണ് അല്ലേ, ഒരു ഡെറ്റർ ആണ് സുനിൽ. ഇപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു അസറ്റാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്തു. സുനിലിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് 70,000 രൂപ കിട്ടാനുണ്ട്. ഇപ്പോൾ സുനിൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഇൻക്രീസ് ചെയ്തു. സുനിൽ സൺട്രി ഡെറ്റർ ആണ് 70,000.
ദെൻ ഗുഡ്സ് ഡിക്രീസ് ചെയ്തു, അതല്ലെങ്കിൽ റവന്യൂ ഇൻക്രീസ് ചെയ്തു. നമ്മുടെ റവന്യൂ ഇൻക്രീസ് ചെയ്തു. റവന്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം എമൗണ്ട് 70,000. നരേഷൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ദെൻ വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ₹35,000 ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. ബിസിനസ്സിൽ നിന്ന് 35,000 രൂപ പ്രൊപ്രൈറ്റർ മീൻസ് ഓണർ അയാളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തു. ഇപ്പോൾ ബിസിനസ്സിലുള്ള ക്യാഷ് എന്ത് ചെയ്യും? കുറയും അല്ലെ. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും അല്ലെ. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും. ഓണർ പൈസ കൊണ്ടുവരികയാണെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ഓണർ അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് സാധനങ്ങളോ പണമോ പിൻവലിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. ഇപ്പോൾ ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം വിഡ്രോ ചെയ്യുന്ന എമൗണ്ടുകൾ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് ഡ്രോയിങ്സ് അക്കൗണ്ട്. അപ്പോൾ ഒരു വർഷം മുഴുവൻ വിഡ്രോ ചെയ്ത സാധനങ്ങളുടെയും അതുപോലെ തന്നെ ക്യാഷും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഡെബിറ്റ് ചെയ്യുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ്. ദെൻ ഈ ഡ്രോയിങ്സ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് എഴുതും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് എഴുതും. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ഡ്രോയിങ്സ് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത് എമൗണ്ട് 35,000. ദെൻ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എമൗണ്ട് 35,000. വിഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. ദെൻ ഈ പേജും ടോട്ടൽ ചെയ്യണം, അത് ക്യാരി ഫോർവേഡ് ടു നെക്സ്റ്റ് പേജ്. ദെൻ എട്ടാമത്തെ ട്രാൻസാക്ഷൻ റിട്ടേൺഡ് ഗുഡ്സ് ടു ABC ലിമിറ്റഡ് ₹2,000. ഇപ്പോൾ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന സപ്ലയർക്ക് 2,000 രൂപയുടെ സാധനങ്ങൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ABC ലിമിറ്റഡിൽ നിന്ന് സാധനങ്ങൾ കടമായി വാങ്ങിയിട്ടുണ്ട്. എന്തായിരുന്നു ട്രാൻസാക്ഷൻ? പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ദെൻ ടു ABC ലിമിറ്റഡ്. അപ്പോൾ 45,000 രൂപയുടെ സാധനങ്ങൾ ABC ലിമിറ്റഡിൽ നിന്ന് കടമായി നമ്മൾ വാങ്ങിയിരുന്നു. ദെൻ 2,000 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ലയബിലിറ്റി കുറയും അല്ലേ. 45,000 രൂപ കൊടുക്കാനുള്ള ABC ലിമിറ്റഡിന് ഇനി നമ്മൾ എത്ര കൊടുത്താൽ മതി? 43,000 രൂപ കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ലയബിലിറ്റി ഡിക്രീസ് ചെയ്യും. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ആ ലയബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യണം. ABC ലിമിറ്റഡിനെ ഡെബിറ്റ് ചെയ്യണം 2,000. ദെൻ 2,000 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള പർച്ചേസസ് എന്ന് പറയുന്ന എക്സ്പെൻസ് കുറച്ച് എഴുതണം. നേരത്തെ നമ്മൾ 85,000 രൂപ എക്സ്പെൻസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ 2,000 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് 2,000 രൂപ കുറയുന്നുണ്ട്. എക്സ്പെൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ഇങ്ങനെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ അക്കൗണ്ടിനെ പറയുന്ന പേരെന്താണ്? പർച്ചേസസ് റിട്ടേൺ. ഇപ്പോൾ ഇവിടെ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എമൗണ്ട് 2,000. ഗുഡ്സ് റിട്ടേൺ ടു ABC ലിമിറ്റഡ്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. റിട്ടേൺഡ് ഗുഡ്സ് ബൈ മിസ്റ്റർ സുനിൽ ₹500. നമ്മുടെ കസ്റ്റമറാണ് സുനിൽ. 500 രൂപയുടെ സാധനങ്ങൾ തിരിച്ച് തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ സുനിലിന് സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. എത്ര രൂപയുടെ സാധനങ്ങളാണ് വിറ്റിട്ടുള്ളത്? ട്രാൻസാക്ഷൻ നോക്കൂ. സുനിൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 70,000. 70,000 രൂപയുടെ സാധനങ്ങളാണ് നേരത്തെ കൊടുത്തിട്ടുള്ളത്. അതിൽ 500 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചു തരുമ്പോൾ നമ്മുടെ റവന്യൂ കുറയും. 70,000 രൂപ റവന്യൂ നമ്മൾ നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ റവന്യൂ 69,500 കുറയും. എന്ന് പറഞ്ഞാൽ 500 രൂപയുടെ റവന്യൂ കുറവ് വരും. റവന്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. സാധനങ്ങൾ തിരിച്ചു തരുമ്പോൾ അതിനെ പറയുന്ന പേരെന്താണ്? സെയിൽസ് റിട്ടേൺ. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. റവന്യൂ കുറഞ്ഞു, സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ദെൻ ഇനി നമുക്ക് സുനിലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ട് എത്രയാണ്? 69,500. 70,000 രൂപയാണ് സുനിൽ തരാനുണ്ടായിരുന്നത്. 500 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു തന്നു. ഇനി 69,500 രൂപ മാത്രമാണ് ആരുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത്? സുനിലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഡെറ്റേഴ്സ് കുറഞ്ഞു. 70,000 രൂപ ഉണ്ടായിരുന്ന ഡെറ്റേഴ്സ് 69,500 ആയി. ഡെറ്റേഴ്സ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അസറ്റ് കുറഞ്ഞു. അസറ്റ് കുറയുമ്പോൾ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം ടു സുനിൽ അക്കൗണ്ട് 500. ഗുഡ്സ് റിട്ടേൺഡ് ബൈ സുനിൽ. ദെൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കൂ. റിസീവ്ഡ് ₹68,500 ഫ്രം മിസ്റ്റർ സുനിൽ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. അപ്പോൾ നമുക്കറിയാം 70,000 രൂപയുടെ സാധനങ്ങളാണ് സുനിൽ നേരത്തെ വാങ്ങിയത്. അതിൽ 500 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു തന്നു. 69,500 രൂപയാണ് സുനിലിനി തരാനുള്ളത്. ദെൻ 68,500 രൂപ എളുപ്പം നമുക്ക് തരുന്നുണ്ട് ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. ഇനി അയാളൊന്നും നമുക്ക് തരേണ്ടതില്ല എന്ന് പറയുമ്പോൾ 69,500 രൂപ തരാനുള്ള സുനിൽ 68,500 രൂപ തന്ന് അക്കൗണ്ട് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം 1000 രൂപ ഡിസ്കൗണ്ട് നമ്മൾ ആർക്ക് അനുവദിച്ചു കൊടുത്തു?
സുനിലിന് അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ ഇവിടെ 3 അക്കൗണ്ടുകളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എത്ര ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? 68,500. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, അസറ്റ് ഇൻക്രീസ് ചെയ്തു. ദെൻ 1000 രൂപ ഡിസ്കൗണ്ട് അനുവദിക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് ഈസ് ആൻ എക്സ്പെൻസ് ഓർ ലോസ്. ആ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം 1000. ദെൻ അങ്ങനെ സുനിലിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 69,500 രൂപ നമ്മൾ കുറച്ച് കൊടുക്കണം. 70,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി 500 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു തന്നു. 69,500 രൂപയാണ് ഇനി തരാനുള്ളത്. അയാളുടെ അക്കൗണ്ടിൽ സെറ്റിൽമെൻറ്റ് നടത്തണമെങ്കിൽ സുനിലിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ കുറച്ച് കൊടുക്കണം? 69,500 രൂപ കുറച്ച് കൊടുക്കണം. 68,500 രൂപ അയാൾ തന്ന പൈസ, ദെൻ 1000 രൂപയുടെ ഡിസ്കൗണ്ട്. ഇപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യാണ്, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. എമൗണ്ട് 69,500. ക്യാഷ് റിസീവ്ഡ് ഫ്രം സുനിൽ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. നമ്മളെല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യണം. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടോട്ടൽ എന്ന് രേഖപ്പെടുത്തണം. The book in which various accounts are opened is called ledger. അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന ബുക്കിനെ പറയുന്ന പേരാണ് ലെഡ്ജർ. എന്താണ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒരു പേജിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് അയാളുടെ അക്കൗണ്ടാണ്, അല്ലേ? സുനിൽ എന്ന് പറയുന്ന കസ്റ്റമറുടെ കാര്യങ്ങൾ മാത്രം ഒരു പേജിൽ രേഖപ്പെടുത്തിയാൽ അത് സുനിലിൻ്റെ അക്കൗണ്ടാണ്. ദെൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രം രേഖപ്പെടുത്തുന്ന പേജിനെ നമുക്ക് എന്ത് പറയാം? ക്യാഷ് അക്കൗണ്ട് എന്ന് പറയാം. ദെൻ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്ന അക്കൗണ്ടിനെ പർച്ചേസസ് അക്കൗണ്ട് എന്ന് പറയാം. ഓരോ വ്യക്തികൾക്കും ഓരോ സ്ഥാപനങ്ങൾക്കും എക്സ്പെൻസിനും ഇൻകത്തിനും അസറ്റിനും ലയബിലിറ്റിക്കും നമ്മൾ പ്രത്യേകം പേജുകൾ പ്രൊവൈഡ് ചെയ്യും. ഓരോ പേജിനെയും അക്കൗണ്ട് എന്ന് പറയും. ഇങ്ങനെ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന ബുക്കിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. ദെൻ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടുന്നില്ല. ഒരു കസ്റ്റമർ എത്ര രൂപ തരാനുണ്ട്, അതല്ലെങ്കിൽ ഒരു സപ്ലയർക്ക് എത്ര രൂപ നമ്മൾ കൊടുക്കാനുണ്ട്, ദെൻ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ ക്യാഷ് ബാലൻസ് ഉണ്ട്, ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം കിട്ടുന്നത് രണ്ടാമത്തെ ബുക്കിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് കാൾഡ് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്. ദെൻ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നാച്ചർ ആർ ഗ്രൂപ്പ്ഡ് ഇൻ വൺ പ്ലേസ് ഇൻ ദ ഫോം ഓഫ് ആൻ അക്കൗണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പർട്ടിക്കുലർ ഐറ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തുന്നു. അതിനെ നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നു. ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഓർ ദ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി. ഇപ്പോൾ ഫസ്റ്റ് എൻട്രി ആണ് അല്ലെങ്കിൽ പ്രൈമറി എൻട്രി ആണ് ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ദെൻ അവിടെ നിന്ന് മാറ്റി എഴുതുന്ന രണ്ടാമത്തെ ബുക്കിനെ പറയുന്ന പേരാണ് ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി ഓർ സെക്കൻഡറി എൻട്രി. ഇനി എന്താണ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ലെഡ്ജർ ഈസ് കാൾഡ് പോസ്റ്റിംഗ്. ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ഓരോ ജേണൽ എൻട്രികളും ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതുന്ന ആ പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഒരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആദ്യം എഴുതേണ്ടത് ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടിൻ്റെ പേരാണ് ഏറ്റവും മുകളിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ ആ ടോട്ടൽ സ്പേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അക്കൗണ്ടിന് ലെഫ്റ്റ് സൈഡും വരുന്നുണ്ട്, റൈറ്റ് സൈഡും വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിനെ പറയുന്ന പേരാണ് ഡെബിറ്റ് സൈഡ്. ദെൻ റൈറ്റ് സൈഡിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് സൈഡ്. ദെൻ ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ 4 കോളങ്ങളാണ് വരുന്നത്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ജേണൽ ഫോളിയോ ആൻഡ് എമൗണ്ട്. അത്രയും കോളങ്ങൾ തന്നെയാണ് ക്രെഡിറ്റ് സൈഡിലും വരുന്നത്. ഒരു ജേണൽ എൻട്രി ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂളാണ് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അസറ്റുകളും എക്സ്പെൻസുകളും ഇൻക്രീസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ ആ എമൗണ്ടുകളെല്ലാം ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ അസറ്റുകളും എക്സ്പെൻസുകളും ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ ആ സമയത്ത് രേഖപ്പെടുത്തേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ദെൻ ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ ഇത് മൂന്നും ഡിക്രീസ് ചെയ്യുകയാണെങ്കിലാണ് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ ഇവ മൂന്നും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. ഇനി ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ജേണൽ എൻട്രികളാണ് ഞാൻ ആദ്യം
ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് കൊണ്ടുവന്ന സമയത്ത് എഴുതിയിട്ടുള്ള ജേണൽ എൻട്രിയാണ്. അതിനുശേഷം ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് എഴുതിയ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട്. അതിനുശേഷം ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ 30,000 രൂപയുടെ ക്യാഷ് പേയ്മെൻറ്റ് നടത്തി, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, ലയബിലിറ്റിയാണ്, ആ ലയബിലിറ്റി അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതാണ് 4ാമത്തെ ട്രാൻസാക്ഷൻ. പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് പേയ്മെൻറ്റ് നടത്തി, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ദെൻ ABC ലിമിറ്റഡിന് 45,000 രൂപ കൊടുക്കാനുണ്ട്, ലയബിലിറ്റി കൂടിയപ്പോൾ ലയബിലിറ്റിനെയും ക്രെഡിറ്റ് ചെയ്തു. അതിനുശേഷം മോഡേൺ ഫർണിച്ചർ മാർട്ടിന് ചെക്ക് കൊടുത്ത ജേണൽ എൻട്രിയാണ് എഴുതിയിട്ടുള്ളത്. മോഡേൺ ഫർണിച്ചർ മാർട്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ അതിനുശേഷം സുനിൽ എന്ന് പറയുന്ന കസ്റ്റമർക്ക് 70,000 രൂപയുടെ സെയിൽസ് നടത്തി, സുനിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ദെൻ പ്രൊപ്പറൈറ്റർ 35,000 രൂപ വിഡ്രോ ചെയ്തു, ജേണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് 2,000 രൂപയുടെ സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊടുത്തു, അതിൻ്റെ ജേണൽ എൻട്രിയാണ് മുകളിൽ എഴുതിയിട്ടുള്ളത്. ABC ലിമിറ്റഡ് അക്കൗണ്ട് ലെറ്റർ ടു പർച്ചേസ് റിട്ടേൺസ്. അതിനുശേഷം സുനിൽ എന്ന് പറയുന്ന കസ്റ്റമർ 500 രൂപയുടെ സാധനങ്ങൾ തിരിച്ചു തന്നു, സെയിൽസ് റിട്ടേൺ ആണ്, അതിൻ്റെ ജേണൽ എൻട്രിയാണ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെബിറ്റ് ടു സുനിൽ അക്കൗണ്ട്. ദെൻ അവസാനം എഴുതിയത് സുനിലിൻ്റെ അക്കൗണ്ടിൻ്റെ സെറ്റിൽമെൻറ്റ് എൻട്രിയാണ്. സുനിൽ 68,500 രൂപ നമുക്ക് തന്നു, 1000 രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു, അങ്ങനെ സുനിലിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ എഴുതിയ ട്രാൻസാക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന ആദ്യത്തെ ട്രാൻസാക്ഷനാണ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടത് 2 അക്കൗണ്ടുകളിലേക്കാണ്. ഒന്ന് ക്യാഷ് അക്കൗണ്ട്, 2 ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജേണൽ എൻട്രിയിൽ എത്ര അക്കൗണ്ടുകളുണ്ടോ അത്രയും അക്കൗണ്ടുകളിലേക്ക് ആ ജേണൽ എൻട്രി മാറ്റി എഴുതണം, അതല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സിമ്പിൾ ജേണൽ എൻട്രി ആണെങ്കിൽ അവിടെ 2 അക്കൗണ്ടുകളാണ് വരുന്നത്, ഒരു ഡെബിറ്റ് അക്കൗണ്ടും ഒരു ക്രെഡിറ്റ് അക്കൗണ്ടും. അപ്പോൾ ആ 2 അക്കൗണ്ടുകളിലേക്ക് മാറ്റി എഴുതണം. കോമ്പൗണ്ട് എൻട്രി ആണെങ്കിൽ ഒന്നിലധികം ഡെബിറ്റുകളും ഒന്നിലധികം ക്രെഡിറ്റുകളും വരും. അങ്ങനെയാണെങ്കിൽ 3 അക്കൗണ്ടുകളും അതിലധികം അക്കൗണ്ടുകളും അവിടെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ അക്കൗണ്ടുകളിലേക്കൊക്കെ ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഈ 1ാമത്തെ ജേണൽ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിലേക്കും പോസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും പോസ്റ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടാണ് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ജേണൽ എൻട്രി ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുമ്പോൾ അതൊന്നുകിൽ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം, അതല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. അത് ഏത് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം. എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്? ഈ ജേണൽ എൻട്രിയിൽ ആ പർട്ടിക്കുലർ അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റ് ആണെന്ന് നമ്മൾ നോക്കണം. ഇവിടെ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ആസ്പെക്റ്റും ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ആസ്പെക്റ്റുമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഡെബിറ്റ് ആസ്പെക്റ്റുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം, ക്രെഡിറ്റ് ആസ്പെക്റ്റുള്ള അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുമ്പോൾ ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുമ്പോൾ അതല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലേക്ക് ഈ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. എന്താണ് കാരണം? ഈ ജേണൽ എൻട്രിയിൽ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ആണ് ഇഫക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഡേറ്റ് എഴുതണം. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഈ ട്രാൻസാക്ഷനിലുള്ള അതർ അക്കൗണ്ടാണ് എഴുതേണ്ടത്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുമ്പോൾ അതർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആസ്പെക്റ്റിൽ വരുന്ന അക്കൗണ്ടാണ് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ ഓപ്പോസിറ്റ് ആസ്പെക്റ്റിൽ വരുന്ന അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ എമൗണ്ട് 6 lakh. ഈ ട്രാൻസാക്ഷൻ ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞു. എന്താണ് ആദ്യം ചെയ്തത്? ക്യാഷ് അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റ് ആണെന്ന് നോക്കി ഡെബിറ്റ് ആണ്, അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി. ജേണൽ ഫോളിയോ കോളത്തിൽ എഴുതേണ്ടത്, ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ഈ ജേണൽ എൻട്രി ഏത് പേജിലാണോ ആ പേജ് നമ്പറാണ് ജേണൽ ഫോളിയോ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതാം. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് നോക്കേണ്ടത്? ഈ ജേണൽ എൻട്രിയിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഏത് ആസ്പെക്റ്റിലാണ് വരുന്നത്? ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണ്. ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലേക്കാണ് മാറ്റി എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഡേറ്റ് എഴുതണം. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുമ്പോൾ അതർ അക്കൗണ്ട് ഏതാണ്? അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആസ്പെക്റ്റിൽ വരുന്ന അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട് എന്നാണ് പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതേണ്ടത്. എമൗണ്ട് 6 lakh. അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്.
ഇതും രണ്ട് അക്കൗണ്ടുകളിലേക്ക് മാറ്റി എഴുതണം. ഒന്ന് ബാങ്ക് അക്കൗണ്ട്, മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കും ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കുമാണ് മാറ്റി എഴുതേണ്ടത്. എന്താണ് കാരണം? ഈ ജേണൽ എൻട്രിയിൽ ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ആണ്, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ആദ്യം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് മാറ്റി എഴുതുന്നത്. എങ്ങോട്ട് എഴുതണം? ഡെബിറ്റ് സൈഡിലേക്ക് എഴുതണം. ആദ്യം ഡേറ്റ് എഴുതണം. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അതർ അക്കൗണ്ട് ആണ് എഴുതേണ്ടത്. അതർ അക്കൗണ്ട് ഇവിടെ ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ആണ്. എമൗണ്ട് 4,50,000. ദെൻ ഇനി ക്യാഷ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതണം. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ ഡെബിറ്റ് സൈഡിലേക്ക് ഒരു പോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. ദെൻ ഇത് ക്യാഷ് അക്കൗണ്ടിലേക്ക് വരുന്ന രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആണ്. ഈ ട്രാൻസാക്ഷനിൽ അല്ലെങ്കിൽ ഈ ജേണൽ എൻട്രിയിൽ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഡേറ്റ് എഴുതണം. ദെൻ അതർ അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ്. എമൗണ്ട് 4,50,000. ദെൻ അടുത്ത ജേണൽ എൻട്രി നോക്കാം. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ടു മോഡേൺ ഫർണിച്ചർ മാർട്ട് അക്കൗണ്ട്. ഈ ജേണൽ എൻട്രി ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി ആണ്. 3 അക്കൗണ്ടുകൾ വരുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻ, ഈ ജേണൽ എൻട്രി നമ്മൾ 3 അക്കൗണ്ടുകളിലേക്ക് മാറ്റി എഴുതണം. ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതണം. ക്യാഷ് അക്കൗണ്ടിൻ്റെയും മോഡേൺ ഫർണിച്ചർ മാർട്ട് അക്കൗണ്ടിൻ്റെയും ക്രെഡിറ്റ് സൈഡിലേക്കും മാറ്റി എഴുതണം. എന്താണ് കാരണം? ഈ ജേണൽ എൻട്രിയിൽ ഫർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് ആണ്, അതുകൊണ്ട് അത് ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതണം. ക്യാഷ് അക്കൗണ്ടിനും മോഡേൺ ഫർണിച്ചർ മാർട്ട് അക്കൗണ്ടിനും ക്രെഡിറ്റ് ആണ് ഇഫക്റ്റ് കൊടുത്തിട്ടുള്ളത്, അത് ക്രെഡിറ്റ് സൈഡിലേക്കാണ് മാറ്റി എഴുതേണ്ടത്. ഇപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 2,30,000 ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ അതർ അക്കൗണ്ട് എന്ന് പറയുന്നത് 2 അക്കൗണ്ടുകളാണ്. ആ 2 അക്കൗണ്ടും പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതണം. ആദ്യം ക്യാഷ് അക്കൗണ്ട് 30,000, വീണ്ടും ഡേറ്റ് എഴുതണം. ദെൻ രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ പേര് എഴുതണം. മോഡേൺ ഫർണിച്ചർ മാർട്ട് അക്കൗണ്ട് എമൗണ്ട് 2 lakh. ഇപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതി. ദെൻ അടുത്ത അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ജേണൽ എൻട്രിയിൽ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ്. എത്ര ക്രെഡിറ്റ് ചെയ്യണം? 30,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് എഴുതണം. ദെൻ ഇവിടെ ഓപ്പോസിറ്റ് ആസ്പെക്റ്റിലുള്ള അക്കൗണ്ടാണ് എഴുതേണ്ടത്. ഏതാണ്? ഫർണിച്ചർ അക്കൗണ്ട് എമൗണ്ട് 30,000. ദെൻ ഇനി മോഡേൺ ഫർണിച്ചർ മാർട്ടിൻ്റെ അക്കൗണ്ടിലേക്കോ? അവിടെയും ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. കാരണം ഫർണിച്ചർ മാർട്ടിന് ഇവിടെ ക്രെഡിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് എഴുതണം. ഇവിടെ അതർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ആണ്. എമൗണ്ട് 2 lakh. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ടു ABC ലിമിറ്റഡ് അക്കൗണ്ട്. ഇവിടെ ഈ 3 അക്കൗണ്ടുകൾ വരുന്നുണ്ട്. 3 അക്കൗണ്ടുകളിലേക്കും മാറ്റി എഴുതണം. ആദ്യം പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് മാറ്റി എഴുതുന്നത്. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. 85,000 ഡെബിറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ആദ്യം ഡേറ്റ്, അതിനുശേഷം അതർ അക്കൗണ്ടുകൾ രണ്ടും രേഖപ്പെടുത്തണം. ക്യാഷ് അക്കൗണ്ട് 40,000, ദെൻ അതിനുശേഷം ABC ലിമിറ്റഡ് 45,000. അപ്പോൾ 85,000 ടോട്ടൽ ഡെബിറ്റ് വരണം. ഇപ്പോൾ 2 അക്കൗണ്ടുകളും പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതി, എമൗണ്ടുകളും രേഖപ്പെടുത്തി. ഇനി ക്യാഷ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്. ക്യാഷ് അക്കൗണ്ടിൽ നേരത്തെ വന്നിട്ടുള്ള 3 ട്രാൻസാക്ഷൻസ് അതിൽ വരുന്നുണ്ട്. ഈ ട്രാൻസാക്ഷനിലും ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ്. ഈ ജേണൽ എൻട്രിയിലും ക്രെഡിറ്റിലാണ് ക്യാഷ് അക്കൗണ്ട് വരുന്നത്. ഈ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടത് ഏത് സൈഡിലേക്കാണ്? ക്രെഡിറ്റ് സൈഡിലേക്കാണ്. ഇവിടെ അതർ അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് ആണ്. എമൗണ്ട് 40,000. ദെൻ ഇനി ABC ലിമിറ്റഡിലേക്കാണ് മാറ്റി എഴുതേണ്ടത്. ABC ലിമിറ്റഡ് ഈ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ആണ് വരുന്നത്. ക്രെഡിറ്റിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് എമൗണ്ട് 45,000. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. മോഡേൺ ഫർണിച്ചർ മാർട്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇത് 2 അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതിയാൽ മതി. ഒന്ന് ഫർണിച്ചർ മാർട്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക്. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് എഴുതി. അതർ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ആണ്. എമൗണ്ട് 2 lakh. ദെൻ രണ്ടാമത്തെ അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഈ ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എമൗണ്ട് 2 lakh. അതർ അക്കൗണ്ട് എന്ന് പറയുന്നത് മോഡേൺ ഫർണിച്ചർ മാർട്ട് അക്കൗണ്ട്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. സുനിൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. 2 അക്കൗണ്ടിലേക്ക് മാറ്റണം. സുനിൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കും സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കും. ഇപ്പോൾ സുനിൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് എഴുതണം. അതർ അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് 70,000. ഇനി സെയിൽസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ജേണൽ എൻട്രിയിൽ സെയിൽസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ്. ഡേറ്റ് എഴുതി. അതർ അക്കൗണ്ട് സുനിൽ അക്കൗണ്ട് എമൗണ്ട് 70,000. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്.
ഇവിടെ ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് ആണ്. ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം അതർ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്, എമൗണ്ട് 35,000. ഇനി ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഈ ട്രാൻസാക്ഷനിലും ഈ ജേണൽ എൻട്രിയിലും ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ് വരുന്നത്. ഈ ജേണൽ എൻട്രിയും ഏത് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഡ്രോയിങ്സ് അക്കൗണ്ട് ആണ്, എമൗണ്ട് 35,000. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ABC ലിമിറ്റഡ് അക്കൗണ്ട് ലെറ്റർ ടു പർച്ചേസ് റിട്ടേൺസ്. ABC ലിമിറ്റഡ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഡേറ്റ്, അതർ അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, എമൗണ്ട് 2,000. ദെൻ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഈ ജേണൽ എൻട്രിയിൽ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതർ അക്കൗണ്ട് ABC ലിമിറ്റഡ് അക്കൗണ്ട്, എമൗണ്ട് 2,000. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ലെറ്റർ ടു സുനിൽ അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണം. അതർ അക്കൗണ്ട് സുനിൽ അക്കൗണ്ട്, എമൗണ്ട് 500. ദെൻ ഇനി സുനിലിൻ്റെ അക്കൗണ്ടിലേക്കും പോസ്റ്റ് ചെയ്യണം. സുനിലിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതർ അക്കൗണ്ട് സെയിൽസ് റിട്ടേൺ ആണ്, എമൗണ്ട് 500. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ ഒരു കോമ്പൗണ്ട് ജേണൽ എൻട്രി ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു സുനിൽ അക്കൗണ്ട്. 3 അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യണം. ആദ്യം ക്യാഷ് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഇവിടെ അതർ അക്കൗണ്ട് എന്ന് പറയുന്നത് സുനിൽ അക്കൗണ്ട് ആണ്, ഓപ്പോസിറ്റ് ആസ്പെക്റ്റ് ആണ് എഴുതേണ്ടത്. സുനിൽ അക്കൗണ്ട്, എമൗണ്ട് എത്രയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? 68,500. ഇനി ഡിസ്കൗണ്ട് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യണം. ഈ ജേണൽ എൻട്രിയിൽ ഡിസ്കൗണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഡിസ്കൗണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അതർ അക്കൗണ്ട് സുനിൽ അക്കൗണ്ട്, എമൗണ്ട് 1,000. ഇനി സുനിൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. സുനിൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട ടോട്ടൽ എമൗണ്ട് ആണ് 69,500. ഇവിടെ അതർ അക്കൗണ്ട് എന്ന് പറയുന്നത് 2 അക്കൗണ്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ആദ്യം ക്യാഷ് അക്കൗണ്ട് 68,500, അതിന് താഴെ ഡിസ്കൗണ്ട് അക്കൗണ്ട് 1,000. ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെസ്പെക്റ്റീവ് അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് കൊടുത്ത അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതണം. ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് കൊടുത്ത അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിലേക്കും പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പോസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സാണ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ക്യാഷ് അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ഒന്ന് നോക്കാം നമുക്ക്. ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ്. അങ്ങനെയാണോ വന്നിരിക്കുന്നത്? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്തു, ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സുനിൽ ക്യാഷ് തന്ന സമയത്തും ക്യാഷ് ഇൻക്രീസ് ചെയ്തു, അതും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ വരുന്നതൊക്കെ ക്യാഷ് ഡിക്രീസ് ചെയ്യുന്ന കാരണങ്ങളാണ്. ഒന്ന്, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ഫർണിച്ചർ വാങ്ങിയപ്പോൾ പേയ്മെൻറ്റ് നടത്തി, സാധനങ്ങൾ വാങ്ങിയപ്പോൾ 40,000 രൂപ കൊടുത്തു, ഓണർ ബിസിനസ്സിൽ നിന്ന് 35,000 രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തപ്പോഴാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 2 സൈഡിലെ എമൗണ്ട് കോളങ്ങളും ടോട്ടൽ ചെയ്യണം. ഇപ്പോൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 6,68,500 ആണ്. ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുമ്പോൾ 5,55,000 ആണ്. ഇപ്പോൾ ഇവിടെ ബാലൻസ് വരുന്നുണ്ടെന്ന് അർത്ഥം. 2 സൈഡും ഡിഫറെൻ്റ് എമൗണ്ട് ആണ് വരുന്നത്, മീൻസ് ദർ ഇസ് എ ബാലൻസ്. അപ്പോൾ ഇതിൽ വലിയ എമൗണ്ട് ഏതാണോ അതാണ് ടോട്ടൽ എമൗണ്ട് ആയിട്ട് രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ രേഖപ്പെടുത്തി കഴിയുമ്പോൾ ക്രെഡിറ്റ് സൈഡിലൊരു കുറവ് വരുന്നുണ്ട് അല്ലേ? ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്. 5,55,000 രൂപയാണ് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ. അങ്ങനെ വരുമ്പോൾ അവിടെ എത്ര കുറവ് വരുന്നുണ്ട്? 6,68,500 നിന്ന് 5,55,000 കുറച്ച് കഴിഞ്ഞാൽ 1,13,500 ആണ് വരുന്നത്. ഇതാണ് ഈ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ അതിന് ഡേറ്റ് എഴുതണം. ഈ മാസത്തെ അവസാനത്തെ ഡേറ്റ് എഴുതി ബാലൻസ് ക്യാരി ഡൗൺ. ദെൻ ഈ ക്ലോസിംഗ് ബാലൻസിനെ നമ്മൾ തൊട്ടടുത്ത മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. ഏപ്രിൽ മാസത്തെ കണക്കുകളാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത്. തൊട്ടടുത്ത മാസം മെയ് മാസമാണ്. മെയ് മാസത്തേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. ബ്രോഡ് ഡൗൺ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഓഫ് മെയ് 1/5/2020 ബാലൻസ് ബ്രോഡ് ഡൗൺ 1,13,500. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്തത്? ആദ്യം ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു, അതിനുശേഷം ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്തു. ദെൻ അതിൽ വലിയ ടോട്ടൽ ഏതാണോ അതാണ് നമ്മൾ ടോട്ടലായിട്ട് രേഖപ്പെടുത്തിയത്. 6,68,500 ആണ് വലിയ ടോട്ടൽ.
അത് ടോട്ടലായിട്ട് രേഖപ്പെടുത്തി. ദെൻ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലാണ് കുറവ്. ആ കുറവുള്ള സ്ഥലത്താണ് ആ ബാലൻസ് എമൗണ്ട് എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ടോട്ടലിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ മൈനസ് ചെയ്തപ്പോൾ 1,13,500 കിട്ടി. അത് ക്രെഡിറ്റ് ചെയ്തു. ദെൻ അവിടെ ബാലൻസ് എന്ന് എഴുതി അത് അടുത്ത മാസത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു. ഇനി ABC ലിമിറ്റഡിൻ്റെ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ABC ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ ആകെ 2 ട്രാൻസാക്ഷനാണ് വരുന്നത്. ABC ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ് അല്ലേ, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ഒരു സ്ഥാപനമാണ് ABC ലിമിറ്റഡ്. അപ്പോൾ ലയബിലിറ്റി അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? കൂടുന്ന സമയത്താണ്. അപ്പോൾ 45,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയപ്പോൾ ബാധ്യത കൂടി, ലയബിലിറ്റി കൂടിയപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ സാധനങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ലയബിലിറ്റി കുറയും, അതാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റിൽ 2,000, ക്രെഡിറ്റിൽ 45,000. ഏതാണ് ടോട്ടലായിട്ട് എഴുതേണ്ടത്? 45,000 ടോട്ടലായിട്ട് എഴുതണം. ദെൻ ഡെബിറ്റ് സൈഡിലെ കുറവിനെ അവിടെ ബാലൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ 45,000-ൽ നിന്ന് 2,000 രൂപ കുറച്ച് കഴിഞ്ഞാൽ 43,000 രൂപയാണ് ബാലൻസ് കിട്ടുന്നത്. ആ മാസത്തെ അവസാനത്തെ ഡേറ്റ് എഴുതണം, ബാലൻസ് ക്യാരി ഡൗൺ. ഈ ബാലൻസിനെ തൊട്ടടുത്ത മാസത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യണം. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അടുത്ത മാസത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിലേക്കാണ് അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത്. ഓപ്പണിംഗ് ഡേ എഴുതണം, ബാലൻസ് ബ്രോട്ട് ഡൗൺ 43,000. ഇനി സുനിലിൻ്റെ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. സുനിൽ എന്ന് പറയുന്നത് ഒരു ഡെറ്റർ ആണ്. ഇറ്റ് ഈസ് ആൻ അസറ്റ് അക്കൗണ്ട്. അസറ്റ് കൂടുന്ന സമയത്താണ് ഡെബിറ്റ് ചെയ്യുന്നത്. സുനിൽ എന്ന് പറയുന്ന കസ്റ്റമർക്ക് സാധനങ്ങൾ കടമായി കൊടുക്കുമ്പോഴാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് വർദ്ധിക്കുന്നത്. 70,000 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സുനിൽ സാധനങ്ങൾ തിരിച്ചു തന്നപ്പോൾ ഡെറ്റേഴ്സ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തു. സുനിൽ ക്യാഷ് തന്നപ്പോഴും ഡെറ്റേഴ്സ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സുനിലിന് ഡിസ്കൗണ്ട് അനുവദിക്കുമ്പോഴും നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് കുറയും, അപ്പോഴും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ 70,000 ആണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലും 70,000 ആണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? സുനിലിൻ്റെ അക്കൗണ്ടിൽ ഇനി ബാലൻസ് ഒന്നും വരുന്നില്ല, സുനിൽ ഇനി നമുക്കൊന്നും തരാനില്ല എന്നർത്ഥം. ദെൻ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ബാങ്ക് അക്കൗണ്ടിൽ 2 ട്രാൻസാക്ഷനാണ് വരുന്നത്. ഇറ്റ് ഈസ് ആൻ അസറ്റ് അക്കൗണ്ട്. കൂടുന്ന സമയത്താണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്, കുറയുന്ന സമയത്താണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോഴാണ് ബാങ്ക് ബാലൻസ് കൂടിയത്, അത് ഡെബിറ്റ് ചെയ്തു. ദെൻ മോഡേൺ ഫർണിച്ചർ മാർട്ടിന് ചെക്ക് ഇഷ്യൂ ചെയ്തതാണ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്, ആ സമയത്താണ് ബാങ്ക് ബാലൻസ് കുറഞ്ഞത്. ഒരു ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ 4,50,000, ക്രെഡിറ്റ് സൈഡിൽ 2 ലക്ഷം. അപ്പോൾ 4,50,000 ടോട്ടലായിട്ട് എഴുതണം. ക്രെഡിറ്റ് സൈഡിൽ കുറവാണ്, അത് ബാലൻസ് ആയിട്ട് എഴുതി ക്ലോസിംഗ് ഡേറ്റ് രേഖപ്പെടുത്തി ബാലൻസ് ക്യാരി ഡൗൺ, അത് അടുത്ത മാസത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തു. ഡിഫറൻസ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. എന്തൊക്കെ ഡിഫറൻസുകളാണ് വരുന്നതെന്ന് നോക്കാം. ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ജേണലാണ് ഫസ്റ്റ് എൻട്രി. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് എങ്ങോട്ട് മാറ്റി എഴുതുന്നത്? ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതുന്നത്. അതുകൊണ്ട് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ സെക്കൻഡ് എൻട്രി ഓർ ഫൈനൽ എൻട്രി. ദിവസക്രമത്തിലും സമയക്രമത്തിലുമാണ് ട്രാൻസാക്ഷൻസ് ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തുന്നത്. ആ ഓർഡറിന് പറയുന്ന പേരാണ് ക്രോണോലോജിക്കൽ ഓർഡർ. ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? അക്കൗണ്ടുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു കസ്റ്റമർ എത്ര രൂപ തരാനുണ്ട്, അതല്ലെങ്കിൽ ഒരു സപ്ലയർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്, ആകെ എത്ര രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ബുക്ക് പരിശോധിക്കണം? ലെഡ്ജർ എന്ന് പറയുന്ന ബുക്ക് പരിശോധിക്കണം. അവിടെ ഓരോ പേജും ഓരോ അക്കൗണ്ടാണ്. ഓരോ അക്കൗണ്ടിലും ആ പർട്ടിക്കുലർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് അനലിറ്റിക്കൽ മാനർ. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സോഴ്സ് ഡോക്യുമെൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ ട്രാൻസാക്ഷൻസും നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിട്ടൺ എവിഡൻസ് ആര് കളക്ട് ചെയ്തിരിക്കണം? അക്കൗണ്ടൻറ്റ് കളക്ട് ചെയ്തിരിക്കണം. ആ എവിഡൻസിനെ ബേസ് ചെയ്താണ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തേണ്ടത്. ഇൻ ജേണൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഓൺ ദി ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെൻറ്റ്. ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്? അതിന് സോഴ്സ് ഡോക്യുമെൻറ്റുകളുടെ ആവശ്യം വരുന്നില്ല. ജേണൽ എന്ന് പറയുന്ന ബുക്ക് നോക്കി അതിലെ ട്രാൻസാക്ഷൻസ് ആണ് എങ്ങോട്ട് മാറ്റി എഴുതുന്നത്? ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് മാറ്റി എഴുതുന്നത്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ജേണൽ എൻട്രീസ്. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ബാലൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നില്ല. ഓരോ പേജുകളും കഴിയുന്ന സമയത്ത് ടോട്ടൽ ചെയ്ത് അടുത്ത പേജിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ വരുന്നത്. പക്ഷേ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ ഒരു പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടുകളെല്ലാം ബാലൻസ് ചെയ്യുന്നു. പെർമനൻ്റ് അക്കൗണ്ടുകൾ
അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ടെമ്പററി അക്കൗണ്ട്സ് ആണെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതുന്നു. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജേണലൈസിങ്. ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുമ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.